കഴിഞ്ഞ തവണത്തെ കളിയിലെ പോലെ തന്നെ അവസാന നിമിഷം കറുത്ത കുതിരകളായി മെസ്സിയുടെ സംഘം വിജയ കിരീടം കാഴ്ച. ഒന്നും പറയാനില്ല, അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ അർജന്റീന ശക്തമായി തിരിച്ചു വന്നാണ് ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഫൈനലിൽ സ്പെയിനെ നേരിടും. കളി മോനെ വിട്ടാ കളി അറിഞ്ഞ വിട്ട കളി ഈ ടോപ്പ് കളി കിട്ടാനില്ല. അടിപൊളി കളിയാ. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, ഇംഗ്ലണ്ട് ലീഡായിരുന്നു. ആദ്യം ടെൻഷനാണ്. അർജന്റീന പിന്നെ ജയിച്ചല്ലോ. ഇങ്ങനെ തട്ടി ഇംഗ്ലണ്ട് ജയിക്കാൻ ആഗ്രഹം ഇംഗ്ലണ്ട് ജയിക്കാനായിരുന്നു. പക്ഷെ ഭാഗ്യമില്ലാണ്ടായി പോയി. എന്ത് ചെയ്യാൻ? ഇംഗ്ലണ്ടായിരുന്നു. സൂപ്പർ കളി സൂപ്പർ കളി സൂപ്പർ കളിയാ. അർജന്റീനയെ കളിച്ചിട്ടുള്ളൂ. നല്ല കളി അർജന്റീന കളിച്ചിട്ടില്ല. ഇംഗ്ലണ്ട് അങ്ങനെ കളിച്ചിട്ടില്ല. അർജന്റീന കൂടുതൽ കളി. സൂപ്പർ കളിയായിരുന്നു. ഇംഗ്ലണ്ടായിരുന്നു ആദ്യം ലീഡുണ്ടായിരുന്നു കുറെ നേരത്തെ. അതെ അതെ, ആ സമയത്ത് ഞങ്ങള് ബ്രസീൽ ഫാൻസുകാർ കുറച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അർജന്റീനയായി. സോ അല്ല, കമ്പാക്കാണ്. എല്ലാ കളിയിലും ഇപ്പൊ കമ്പാക്കാണ്. ഷുവറായിട്ടും കാരണം അവർക്കൊരു മെസ്സി ഉണ്ട്. ആ മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന ഒരു 10 പേരുണ്ട്. സോ ഷുവറായിട്ടും ഈ വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ഈസ് അർജന്റീന. ആ കളിയും ജയിക്കും. ഇന്നത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എന്നാലും ഒരു 19 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ടെൻഷൻ ആയില്ലേ? 70 മിനിറ്റ് വരെ ഗൂഗിൾ മാപ്പ് വർക്കാവില്ല. ആ കഴിഞ്ഞാണ് ഗൂഗിൾ മാപ്പ് വർക്കായി. തിരിച്ചടിച്ച് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നോ? ഉറപ്പാണ്. കാരണം ലാസ്റ്റ് 10 മിനിറ്റിലാണ് മെസ്സിന്റെ കളി ഇറങ്ങുക. അതാണ് അർജന്റീന. കളി എങ്ങനെ ഉണ്ടായിരുന്നു? അർജന്റീന അല്ല, അർജന്റീന ടീം അർജന്റീന അല്ല, ബ്രസീലാ. എന്നിട്ട് ഇപ്പൊ ഏത് ടീമാ? അർജന്റീന പൊട്ടനെ കാണാൻ വേണ്ടി വന്നതേനു. എന്നിട്ട് പറ്റിയില്ല. ഇപ്പൊ ഏതാ? ഇന്ന് ഇംഗ്ലണ്ടായിരുന്നോ? ഇപ്പൊ അടുത്ത സ്പെയിൻ ആയിരിക്കും. സ്പെയിന്. ഇന്നത്തെ കളി സൂപ്പർ സൂപ്പർ. 13 ടീം അർജന്റീന ഒറ്റക്കും. സ്പെയിന്റെ കേസ് കിട്ടാണ്ടാവില്ല അവിടെ. ഇത് കേരളമാണ്. കേരളത്തിൽ അർജന്റീന 85 മിനിറ്റ് ടൈം നമുക്ക് ഉണ്ട്. 85 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടിക്കുള്ളൂ. ഒറ്റ പേര് അന്നും ഇത് പറയുന്ന മുട്ടാതിക്കട്ട. നമ്മള് ഫൈനലിൽ കപ്പും കൊണ്ടേ പോവോ. കളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഗോളൊരു രക്ഷയില്ല. ആദ്യം പക്ഷെ ഇംഗ്ലണ്ടല്ലേ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്ത അടിപൊളി കളിച്ചല്ലോ. അതാണ് നമ്മളെ ടീം. നമുക്ക് ആ വിശ്വാസമുണ്ട്. കഴിഞ്ഞ കളിയിൽ ഇതുപോലെ കമ്പാക്ക് ആയിരുന്നു അല്ലെ? അതെ, ഫൈനലിൽ നമ്മൾ തൂക്കിയിരിക്കും. മെസ്സിയെ ഉറക്കി കിടത്തുമെന്നാ പറഞ്ഞത്. സ്പെയിനൊക്കെ തൂക്കും. സ്പെയിൻ തൂക്കും ഈ പ്രാവശ്യം. ജയിക്കും. ഇത് റഫറിയുടെ കളിയില്ല, കമ്മിറ്റി കളിയില്ല, എല്ലാം ഫുട്ബോളാണിത്. ഭയങ്കര കളിയാണ്. ഫൈനൽ കഴിഞ്ഞ് ആദ്യം ഇംഗ്ലണ്ട് ഗോൾ അടിച്ചു. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അർജന്റീന ഉറക്കിയിടുന്നു. ഇപ്പൊ കണ്ടില്ല കൊല്ലാനും ചാവാനും 10 പേര്. രാജാവിന് 5 ഗോൾ അടിച്ചോട്ടെ. 10 മിനിറ്റ് മതി. അർജന്റീനക്ക് 10 മിനിറ്റ് മതി.
അർജന്റീന ഉറക്കുമെന്നാണ് പറഞ്ഞത്. അർജന്റീന ഒന്നും ചെയ്യാൻ പറ്റൂല. ഫൈനലിസ്റ്റ് മിസ്സായി. അതിന് പകരം വേൾഡ് കപ്പ് ഫൈനൽ നമ്മൾ അർജന്റീന സ്പെയിനും അടിക്കൂ, കയറ്റി വിട്ടു. നമ്മളെ മുത്ത് യമാലും മെസ്സിയും തകർക്കും. കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ കളി കംബാക്ക് നമ്മൾ പ്രതീക്ഷിച്ചാണ്. ഇത് 90 മിനിറ്റ് കഴിഞ്ഞ് അത് പിന്നെ 30 മിനിറ്റിലേക്ക് പോലാന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത് അതേപോലെ തന്നെ സംഭവിച്ചു. ഇനിയും അടിക്കാനും, പക്ഷെ അർജന്റീന വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടു. അതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നും കമ്പാക്ക് ആയിരുന്നു. നമ്മക്ക് പേടില്ലല്ലോ, നമ്മള് ജയിക്കല്ലോ. അല്ല, അർജന്റീന ഉറക്കുമെന്നാണ് കളിക്കുമ്പോ ഇംഗ്ലണ്ട് പറഞ്ഞത്. ഓല് ഉറങ്ങിക്കോട്ടെ, നമ്മള് ജയിക്കും. ജയിക്കും, നമുക്ക് പേടില്ല. കപ്പ് കൊണ്ട് ഫൈനലെത്തും. ഇംഗ്ലണ്ട് ഗോൾ അടിച്ചപ്പോ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? ഇല്ല, ആശങ്കയില്ല. നമ്മള് ജയിക്കും, നമുക്ക് അറിയാലോ. കോൺഫിഡന്റ് ഇല്ലേ, പിന്നെ ഇതിന് പേടിക്കാ. അവസാന നിമിഷം വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. ഇതിനെക്കാളും വലുതൊക്കെ നമ്മള് കണ്ടല്ലേ. ഇല്ല എന്തെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? ഈ കമ്പാക്കാണ് എല്ലാ കളിയിലും, അതാണോ പ്രതീക്ഷിക്കുന്നത്? ആദ്യം അടിച്ചാലും മെസ്സി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തോക്കുന്ന വിചാരിക്കേണ്ടത് എന്തായാലും ജയിക്കും, അത്രേ ഉള്ളൂ. മെസ്സി ഉണ്ടെങ്കിൽ ജയിക്കും, അത്രേ ഉള്ളൂ. മെസ്സി തന്നെയായിരുന്നു എന്നും പ്രതീക്ഷ. അസിസ്റ്റ് കൊടുത്ത കണ്ടില്ലേ, മെസ്സിയല്ലേ ജയിപ്പിച്ചത്. ടീം വർക്ക് ഉണ്ട്, പക്ഷെ എന്നാലും മെസ്സി ഇസ് ദ ഫാക്ടർ, അത്രേ ഉള്ളൂ. മെസ്സിക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ലെന്നും കുഴപ്പമില്ല. സാരല്ല, മെസ്സി ഗോൾ അടിപ്പിച്ചില്ലേ, അത് മതി. മെസ്സി അത്യാഗ്രഹിയല്ല. നല്ല കളിയാണ് അർജന്റീന കളിച്ചത്. കഴിഞ്ഞ വർഷം നടക്കാതെ പോയ ഫൈനലിസ്റ്റ് ഒരു ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു മത്സരം ഫൈനലിൽ പ്രതീക്ഷിക്കുകയാണ്. അർജന്റീന സ്പെയിന് നല്ലൊരു ഫുട്ബോൾ പോരാട്ടമായിരിക്കും. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിനാണ്. അർജന്റീനയെ സ്പെയിൻ തോപ്പിച്ച് കപ്പടിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് പക്ഷെ ആദ്യം ഗോൾ അടിച്ച ഇംഗ്ലണ്ടാണ്. അപ്പൊ ഒരു ഇതുണ്ടോ, അതോ കമ്പാക്ക് അടിക്കുമെന്നുണ്ടായിരുന്നു? ശരിക്കും അർജന്റീന കമ്പാക്ക് അടിക്കുന്നു തോന്നിയിരുന്നു. പക്ഷെ ഇംഗ്ലണ്ട് ആ സമയത്ത് ഒന്നുകൂടി കൂടുതലായിട്ട് ഡിഫൻസിലേക്ക് പോയി. അവർ ഒന്നുകൂടി അറ്റാക്ക് ചെയ്താലും ചിലപ്പോൾ ഒരു ഗോൾ കൂടി അവർക്ക് സീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയപ്പോൾ അർജന്റീനക്ക് ഒന്നുകൂടി അറ്റാക്ക് എളുപ്പമായി. നല്ല പെർഫോമൻസ് ആണ് അർജന്റീന കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിനെ പോലെ വളരെ ശക്തമായ ഒരു ഡിഫൻസ് ഉള്ള ഒരു ടീമിന്റെ ഒപ്പം വേൾഡ് കപ്പ് പോലെയുള്ള സ്റ്റേജിൽ ഗോൾ മടക്കാൻ കൺസിഡർ 90 മിനിറ്റിൽ ഒരു ഗോൾ കിട്ടിയതിനു ശേഷം തിരിച്ചു വരാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് അർജന്റീന ഒരു മെന്റാലിറ്റി, കളിക്കാർക്ക് അത്രക്കും മെന്റാലിറ്റി. ഇപ്പൊ ഗോൾ അടിച്ച എൻസോ ഫെർണാണ്ടസിന്റെ കളി നമ്മൾ ചെൽസിയിൽ കാണണം. പക്ഷെ ചെൽസിയിൽ കളിക്കുന്ന ഒരു മെന്റാലിറ്റി അല്ല അർജന്റീനയിൽ കളിക്കുമ്പോൾ. അർജന്റീന ഒരു ഡിഫറന്റ് മെന്റാലിറ്റിയാണ് കളിക്കുന്നത്. അല്ല, ഡീപോളും ഒട്ടമണ്ടി അവരൊക്കെ രണ്ടാമതാ കയറിയത് ഇല്ലേ? ഡീപോള് ഇന്ന് ശരിക്കും കഴിഞ്ഞ കളിയിൽ കുറച്ചൊരു ഫ്ലോപ്പ് ആയതിനെ കൊണ്ടാണ് ഡീപോളിന് പകരം സിമിയോണിനെ ഇറക്കിയത്. പക്ഷെ സിമിയോണിനെ ഇറക്കിയപ്പോ മെസ്സിക്ക് ശരിക്കും ഒരു ബാക്കപ്പ് കൊടുക്കാനും സിമിയോണിക്ക് കഴിയില്ല. അതിനുശേഷം ഡീപോൾ ഇറങ്ങിയപ്പോ കംപ്ലീറ്റ് കളി മാറി. നല്ലൊരു പെർഫോമൻസ് കൂടി വന്നപ്പോ എന്തായാലും അവര് അറ്റാക്ക് ചെയ്ത് അർജന്റീന പിന്നെ അറ്റാക്ക് ചെയ്ത് ജയിക്കുന്നത് 90 മിനിറ്റിൽ കളി തീർക്കണമെന്ന മെന്റാലിറ്റിയോടാണ് കളിച്ചത്. അതിനുള്ളൊരു ഫലം അവർ കണ്ടു ചെയ്തിട്ടുണ്ട്. അടിച്ച് ഗോളിന് ഗോളടിച്ച് പക്ഷെ ഒരു ഡിഫെൻഡ് ചെയ്ത് കളിച്ചുകൊണ്ട് തോറ്റ്. ഇംഗ്ലണ്ട് ഭയങ്കര ഡിഫൻസിലേക്ക് പോയി അല്ലെ? അതെ, ബാക്കോട്ട് ഒരു ജയിക്കാൻ വേണ്ടി ബാക്ക് ഡിഫെൻഡ് ചെയ്ത് കളിച്ചു. അപ്പൊ ഒരു പൊട്ടി. ഏത് മിനിറ്റിൽ അർജന്റീന ഗോൾ അടിക്കുന്നത് എല്ലാവർക്കും അറിഞ്ഞ സംഗതിയാണ്. അപ്പൊ ഓരോതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഡിഫെൻഡ് ചെയ്ത് കളിച്ചാൽ പോയില്ല, കളി പോയില്ല. അതിനെക്കൊണ്ട് തോറ്റ്. അപ്പൊ തിരിച്ച് വരാമായിരുന്നു അല്ലെ? ഇംഗ്ലണ്ട് ശരിക്കും ജയിക്കാമായിരുന്ന കളിയാണ്. ആദ്യം കളിച്ചാൽ മതിയായിരുന്നു. ഒരു ഡിഫെൻഡ് ചെയ്ത് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനെക്കൊണ്ട് തോറ്റ്. അർജന്റീന ഏത് ടൈമിൽ അന്നാലും 2 ഗോൾ തിരിച്ചടിച്ചില്ല, അതേമാതിരി കളിച്ചു. എങ്ങനെയായിരുന്നു? ആശങ്ക ഉണ്ടായിരുന്നോ? അതോ കഴിഞ്ഞ കളി പോലെ തന്നെയായിരുന്നു? സാറേ, ഈ ജേഴ്സി ഇട്ട് വരണമെങ്കിൽ അതിനൊരു ലേശം ഗഡ്സ് വേണ്ടേ? കളി തുടങ്ങുന്നതിന് മുന്നിട്ട ജേഴ്സിയാ. അത് ഇട്ട് വരണമെങ്കിൽ ഇന്ന് ജയിക്കുന്നു 100% ഉറപ്പുള്ള കേസാ. ഇവർ ഇത്രയും നമ്മളെ നാണക്കെടുത്തിയപ്പോ പറഞ്ഞു 80 മിനിറ്റ് കഴിഞ്ഞ് 81ാമത് മിനിറ്റായി ജയിച്ചിരിക്കുന്നു പറഞ്ഞു. 2 ഗോൾ അടിച്ച് ജയിച്ചും ചെയ്ത്. ഇതിന് വലുതെന്താ പറയാനുള്ളത്? ഇവർ ഇനി ഏത് സാമ്പാർ പുണ്ണിനെ കൂട്ടിവിടാനുള്ള? ഇനി സ്പെയിനാ വിളിച്ചേട്ടെ. ഇംഗ്ലണ്ട് മലയായിരുന്നു, ഇനി സ്പെയിൻ. അർജന്റീന ഉറക്കമെന്നാ പറഞ്ഞത്. അർജന്റീന ഉറക്കല്ല, മെസ്സിനെ ഉറക്കുന്നാണ് ജോക്കോൾ പറഞ്ഞത്. സംഗതി അതല്ല. ഇപ്പം ജോക്കോൾ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. നമ്മൾ കാപ്പുറത്തായാലും ഈജിപ്ത് ആയാലും ഫ്രാൻസ് ആയാലും ആരും സെയിമാ. നമുക്ക് എല്ലാ ടീം സെയിമാ. ഇനിയിപ്പോ എന്ത് കാരണം പറയും? ഇന്നത്തെ കളി കണ്ടിട്ട് എംപയർ കളിച്ചു എന്ത് കളിച്ചു എന്ന് പറയാൻ പറ്റും? ഇന്ന് 2 ഗോൾ തീർച്ചയായും അർജന്റീനയുടെ കളി ടീമിനനുസരിച്ച് മാറുന്നുണ്ട്. ഇന്ന് അടിപൊളി കളിയെ കളിച്ചത് 5-1 ജയിക്കേണ്ട അർജന്റീന. ഗോളിന്റെ മികവുണ്ട സൂപ്പർ ഫുട്ബോൾ അർജന്റീന കളിച്ചത്. ഇത് ഓരോ വിമർശകർ കണ്ണാക്കിയുള്ള അടിയാണ് ഈ കളി അർജന്റീന. ഈ ഇംഗ്ലണ്ട് കുറച്ച് ഡിഫൻസീവ് ആയതുകൊണ്ടല്ലേ? അതല്ല, ഒരു വിചാരിച്ചു ഒരു ഗോൾ കൊണ്ട് അർജന്റീന പിടിച്ച് കെട്ടാൻ പറ്റുന്നു. നമ്മൾ കണ്ടത് അതിന്റെ മുന്നേ കളിയിൽ 80 മിനിറ്റിന് ശേഷം അർജന്റീന കളി പുറത്തെടുത്തത്. ഇത് ഒരു ഡിഫൻസ് പിടിച്ചപ്പോൾ എന്താ അർജന്റീന അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അറ്റാക്ക് ചെയ്യുന്ന ഗോളിന്റെ മികവുകൊണ്ടാണ് ഒരുപാട് ഗോൾ കഴിച്ചിലായത്. 2-1 തിരിച്ചു വരാൻ ഇനിയും 10 മിനിറ്റ് കൊടുക്കാൻ ഇനിയും അടിക്കും.
കാരണം അവര് ടീം ചത്ത് എല്ലാ പ്ലേസും മെയിൻ പ്ലേസിലൊക്കെ കയറി കഴിഞ്ഞു. ഡീപ്പോളൊക്കെ കളത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അതെന്താ വെച്ചാൽ കോച്ചിന്റെ തന്ത്രമാണ്. ആരാണ് ഗോയിങ് അതിനനുസരിച്ച് ഓരോ പ്ലേയേഴ്സിന് ഇട്ട് കൊടുക്കാണ്. ഡീപ്പോളിന് അത് എനർജി അവിടെ കണ്ട് ഇനിയിപ്പോ മാർട്ടിനസ് സൂപ്പർ അസിസ്റ്റ് ആണ്, അതായത് സൂപ്പർ ഹീറോ ആണ്. അർജന്റീന എന്ത് പ്രതിസന്ധി വരുന്ന സമയത്ത് കോച്ച് ഇറക്കി വരുന്ന മാലാകാണ് ഡിമേരിക്ക് പകരം മാർട്ടിനസ്. അതാണ് ഈ ടീമിന്റെ മാറ്റങ്ങളൊക്കെ വലിയ കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. പറയൂ മോനെ, പറയാം എങ്ങനെയുണ്ട്? വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ജേഴ്സി അയക്കുള്ളൂ. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ജേഴ്സി അയക്കുള്ളൂ. എന്നായിട്ട് ജേഴ്സി വേൾഡ് കപ്പ് തുടങ്ങുന്ന അന്ന് മുതൽ ഇട്ടതാണ്. 2022 വേൾഡ് കപ്പ് മുതൽ ഇട്ടതാണ്. ഇത് അയച്ചിട്ടില്ല. കളി തീരുമ്പോ ഊരത്തല്ലോ. എങ്ങനെയുണ്ട് കളി? എങ്ങനെ ഇഷ്ടപ്പെട്ടു? അടിപൊളി കളി. ആദ്യം ഇംഗ്ലണ്ട് ഗോൾ അടിച്ചപ്പോ ഒരു ടെൻഷൻ അടിച്ചായിരുന്നോ? അതോ കമ്പാക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചോ? കമ്പാക്ക് വരുന്ന അറിയാം. അതറിയാം. അതിന് മാറ്റമൊന്നുമില്ല. അതിന് ഡീപ്പോൾ ഇറങ്ങി അപ്പ കമ്പാക്കാ. അപ്പൊ അടി. പിന്നെ മെസ്സി കളത്തിലുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. മെസ്സി പിന്നെ ട്രിപ്പിളിൽ കൊണ്ടേക്കോളൂ. എന്തായാലും ആരാധകർ അങ്ങേയറ്റം സന്തോഷിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ്. അവർക്ക് പറയാൻ വാക്കുകളില്ല പലപ്പോഴും. എങ്ങനെയുണ്ട് കളി? കളി അർജന്റീന കളി ഗംഭീര കളി, ഏതാ ലെവല് കളി. വലിയ ടീമിനെ കിട്ടിയില്ല. ഇപ്പൊ എല്ലാരും കാണുന്നില്ലേ, സാമ്പാർ മുന്നണികളൊക്കെ കാണുന്നില്ലേ, എല്ലാ ടീമും കാണുന്നില്ലേ, ഏതാ ലെവല് കളി. മെസ്സി എന്ന് പറഞ്ഞാൽ മെസ്സി തന്നെയാ. മെസ്സിയെ ഉറക്കമെന്ന് പറഞ്ഞവരിപ്പോ ഉറങ്ങി കാണുമോ? മെസ്സിയെ ഉറക്കമെന്ന് പറഞ്ഞവരൊക്കെ ഉറങ്ങി കാണും. ആരും എല്ലാരും വീട്ടില് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഓരോ ടീം ഫുള്ളു സാമ്പാർ മുന്നണിയൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ വീട്ടില്? പറയില്ല. ഒരു ഗോൾ അടിച്ചപ്പോ നിങ്ങൾ ഞാൻ ജസ്റ്റ് നമ്മളെ ഗ്രൂപ്പിൽ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു അർജന്റീന 2 ഗോൾ അടിക്കും, ഇംഗ്ലണ്ട് 1 അടിക്കുന്നുള്ള പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെയാണ് നടന്നത്. സന്തോഷമുണ്ട്. എങ്ങോട്ടായിരുന്നു? അടിപൊളി. നമ്മള് പ്രതീക്ഷ തന്നെ നമ്മൾ ജയിക്കും ചെയ്ത് അവസാനത്തെ നേരം കളി മാറി മറിഞ്ഞ് വാമോസ് അർജന്റീന ഫൈനലിൽ കാണാം. ഫൈനലിൽ നമ്മൾ തന്നെ അർജന്റീനയുടെ വിമർശകർ പറഞ്ഞിരുന്നത് പലപ്പോഴും അർജന്റീന ചെറിയ ടീമുകളോട് വിജയിച്ചാണ് മുന്നോട്ട് വരുന്നതെന്നാണ്. പക്ഷേ തകർപ്പൻ ടീമുകളെയാണ് ഇപ്പോൾ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇനി സ്പെയിനുമായിട്ടുള്ള ഒരു വാശിയേറിയ പോരാട്ടത്തിലാവും ഫൈനൽ സാക്ഷ്യം വഹിക്കുക. എന്തായാലും അർജന്റീനയുടെ ഒരു കംബാക്ക് കണ്ട ഒരു കളി കൂടിയാണ്. മെസ്സി തകർത്താടിയ ഒരു കളി കൂടിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ആരാധകർ പൂർണ്ണ തൃപ്തരാണ്.